ഒന്നും അറിയത്തില്ല. അങ്ങനെ തന്നെ ഓരോന്ന് പഠിക്കുന്നത്. അങ്ങോട്ട് ചെയ്. എനിക്ക് PSC പഠിക്കണം. ഇത് ആട്ടിയിട്ട് മതി നിന്റെ PSC പഠിത്തമൊക്കെ. അങ്ങോട്ട് ആട്ടടാ അങ്ങോട്ട്. എന്നാലും അമ്മ എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ. അതിന് നിനക്ക് ബുദ്ധി ഉണ്ടായിട്ട് വേണ്ടേ തോന്നാൻ. ഓ പിന്നെ ബുദ്ധിമതി വന്നിരിക്കുന്നു. എടി നീ പണ്ടേ പറഞ്ഞില്ലേ ഈ തീണ്ണേന്നെടുത്ത് ഈ പരകല്ലും നീക്കം ചെയ്യണമെന്ന് എപ്പോഴും എന്നോട് പറയാറില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ഉപകാരം ഉണ്ടാവും. അതാടി ഈ സരസ്വതി, ഞാൻ കൊമ്പത്ത് കാടും. ഒരുമാതിരി കൊമ്പത്തെ പരിപാടിയായിപ്പോ അച്ഛമ്മ. എടാ നിന്റെ അച്ഛനുള്ള കാലത്തെ ഇത് തന്നെയാ ഡെയിലി പരിപാടി. രാവിലെ അരക്കണം ചുടണം, അങ്ങനെയാ. അതാണല്ലേ അച്ഛൻ അമ്മേനെ പേടിയാന്നൊരു സംസാരം. പേടിയായിട്ടൊന്നുമില്ലടി, ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്ന അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ടാ നല്ലോണം അരി അങ്ങോട്ട് വാരി. നല്ല ക്ഷീണം. എന്തോ കാണിക്കുന്നത് ഇവിടെ മാറിക്കതേ. ഇങ്ങനെ വേണം ആട്ടാൻ. ഈ ചെറുക്കൻ ഒന്നും അറിയില്ലല്ലോ. കയ്യ കേട്ടോ കണ്ടാ ആടുന്ന ആട്ടം കണ്ടാ. ഇങ്ങനെ പോട്ടെ. പോട്ടെ കണ്ടാ. ആട്ടെ നല്ല സ്പീഡ് വേണം. എന്നെ കൊണ്ട് ജയിക്കാനാണോ? വേണേ ഞാൻ കൊണ്ട് ചെയ്യണം. നീ തന്നെ ചെയ്യടാ. നീ തന്നെ ചെയ്യടാ. നീ എന്നിട്ട് കുറെ ഓടിച്ചല്ലേ ചെയ്. അങ്ങനെ അങ്ങനെ നല്ലോണം അങ്ങനെ ആടട്ടടാ. നല്ലോണം ആടട്ടെ. കുറച്ച് മസിലല്ലെങ്കിൽ വരട്ടെ. നിന്റെ കുണ്ടി കുലുങ്ങാനല്ല പറഞ്ഞ അത് മേലെ ഇതാ നോക്ക്. നാളെ ദോശ ഇടാനുള്ള സംഭവമായി സെറ്റായി. മതി 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 മതി. ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അരഞ്ഞങ്ങോട്ട് പതക്കണം, തെറിക്കണം. അതെ എന്നാലേ ദോശ ഇഡലി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം അങ്ങ് അരക്കടാ. ഒരമ്മിയില്ല കുമ്മ അരക്ക്. അങ്ങോട്ട് അരക്ക്. നല്ല അടിപൊളി ദോശ അല്ലേ? രാജാ, നമ്മുടെ പണ്ടത്തെ അരകല്ലില്ലേ ആട്ടുകല്ല്, അരകല്ലും പോട്ടെ ആട്ടുകല്ലിൽ ആട്ടി അരച്ചുണ്ടാക്കിയ ദോശ വേണ്ടാടാ മോനെ ഇത്ര ടേസ്റ്റ്. ഇനി ഒരു 2 ദോശ കൊണ്ട് എനിക്ക് വേണം കേട്ടോ. ടേസ്റ്റ് കൂടുതലുണ്ട്. പിള്ളേരെല്ലാരും കഴിച്ചു തീർക്കുക. കാര്യം പാത്രം നോക്ക്. എടി പുഷ്പ, നാളെ കുറച്ച് കൂടുതൽ അരി കിട്ടുമോ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ തന്നെ. ഇതെല്ലാം കൂടെ ആരിരുന്ന് ആട്ടാൻ? നീ ഇരുന്ന് ആട്ടണം. പിന്നെ വേറെ ആരും ആട്ടാനാ? എന്നെ കൊണ്ടൊന്നും വേണ്ടതില്ല. അങ്ങനെയൊന്നും പറയൊന്നും വേണ്ട. നീ ഇത് ആട്ടിയേ പറ്റുള്ളൂ. എനിക്ക് PSC പഠിക്കണ്ടേ? PSC ടെസ്റ്റ് എഴുതിയിട്ട് ആട്ടി കഴിഞ്ഞിട്ടുള്ള പരിപാടി മതി. പഠിത്തമൊക്കെ മേലൊക്കെ വേണിച്ചിട്ട് രാത്രി കിടക്കുമ്പോ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഇതുപോലെ അരക്കുകയും ആട്ടുകയും ഒക്കെ ഓർമ്മയില്ലേ അമ്മയ്ക്ക്? ഞാനും സരിതയും കൂടെ അല്ലേ? നീ അല്ലേ മിക്സി കാടാക്കിയ? അപ്പൊ നീ തന്നെ ആട്ടണം. ഇവനാക്കും കൂടെ ഓരോ ദിവസം ഓരോ ആട്ടാൻ വേണ്ടി ഞാൻ തന്നെ എന്തിനാ ആട്ടും? നിനക്കല്ലേ ജിമ്മിൽ പോണോന്ന് പറഞ്ഞത്? ഇതാ ഇങ്ങനെ ഇട്ട് ആട്ടുമ്പോ നിനക്ക് നല്ല ബോഡി അങ്ങ് ബിൽഡാവും. കാശ് ലാഭിച്ചില്ലേ? അടിപൊളിയാടാ. നല്ല 6 പാക്സ് ഒക്കെ വന്ന് മസിലൊക്കെ പുറത്തോട്ട് ചാടി വരും. ഈ അരക്ക് വലിയ എക്സർസൈസ് അല്ലേ? അത് മാത്രമല്ല നമുക്ക് എല്ലാ ദിവസവും ഗംഭീര ദോശ കഴിക്കാം. നിനക്ക് മടുക്കൂലേ? എടാ ദോശ മാത്രല്ലല്ലോ, നമ്മൾ ഇഡ്ഡലി, മസാല ദോശ, നെയ് റോസ്റ്റ് ഇതെല്ലാം ഉണ്ടാക്കൂലേ മാറി മാറിയിട്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാനെന്നാ മാവാട്ടിയിരിക്കാം. ഇവിടെ PSC ഞാൻ പഠിക്കുന്നില്ല. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞാലേ ഉള്ളൂ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഞങ്ങളായി ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. എൻ്റെ അച്ഛനൊക്കെ എന്നെ ഇഷ്ടമായിരുന്നറിയോ നമ്മുടെ ദോശ ഇല്ലേ? ഓർമ്മയില്ലേ? എന്തുമാത്രം തിന്നുമായിരുന്നറിയോ? അച്ഛൻ ഇങ്ങനെയായിരുന്നു ഗുണ്ടേപ്പല്ല ഈ ദോശ ഇഡ്ഡലി ഞങ്ങൾ ആറ്റിന്ന് കഴിച്ചിട്ടാ.